ഓരോ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ഹൈന്ദവ വിശ്വാസത്തിന്റെ ഏറ്റവും പരിപാവനമായ ഒരു ഇടമായിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിശ്വാസങ്ങൾക്കപ്പുറം വളരെ വലിയ ചർച്ചാ വിഷയം അല്ലെങ്കിൽ വിവാദങ്ങളിൽ പെടുന്ന ഒരു ഇടമായി മാറിയിരിക്കുകയാണ് ശബരിമല. അത് ശബരിമല സ്ത്രീ പ്രവേശനം മുതൽ ഇപ്പോൾ ആഗോള സംഗമം വരെ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിഷയങ്ങളും പുതിയ ചർച്ചകളും ഒക്കെയാണ് ഇന്നിവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്നിവിടെ സംസാരിക്കാം. ശരിക്കും ശബരിമലയിൽ ഇന്ന് നടന്ന ഒരു അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ചാണ് നടന്നത്. കാരണം ചരിത്രം പിന്നോട്ട് മാറ്റി നോക്കിയാൽ പിണറായി സർക്കാരിന്റെ ആദ്യ കാലത്ത് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാർ, അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ഇടത് സർക്കാർ എടുത്ത സ്ത്രീകളെ ശബരിമല പ്രവേശിപ്പിച്ച് തീരൂ, ആചാരങ്ങൾക്ക് എതിരായുള്ള ഒരു തീരുമാനമാണത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയ കോലാഹലം, അതിനെതിരെ നിലയ്ക്കലും പമ്പയിലുമൊക്കെ BJP പ്രവർത്തകർ അണിനിരുന്നത്. പിന്നെ സർക്കാരിന്റെ പോലീസിന്റെ സംരക്ഷണയിൽ 2 സ്ത്രീകൾ അവിടെ ചെന്ന് ശബരിമലയിൽ ചെന്ന് സന്നിധാനത്ത് എത്തിയത്, ഇതൊക്കെ വലിയ വിവാദമായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ അടുത്ത ടൈമിലും പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ വന്നെങ്കിലും അത് ഏറെക്കുറെ ഒരുപാട് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് ദോഷമുണ്ടാക്കിയ, അത് ഏറെക്കാലം ഒരു ഉണങ്ങാത്ത മുറിവായി കിടന്നൊരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം കൊണ്ടും പ്ലേറ്റ് തിരികെയാണല്ലേ. അതായത് അന്ന് ശബരിമലയില് ആചാരങ്ങൾക്കെതിരെ പറഞ്ഞ അതേ പിണറായി സർക്കാർ ഇപ്പോൾ 2ാം ടൈമിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് വിശ്വാസികൾക്ക് ഇനി തിരിച്ച് ക്ഷേത്രങ്ങളൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം വിശ്വാസികൾക്ക് വിട്ടുകൊടുത്ത ക്ഷേത്രങ്ങളെല്ലാം നശിച്ചു മുടിഞ്ഞിട്ടേ ഉള്ളൂ, സർക്കാർ ധനസഹായമില്ലാതെ ഈ ക്ഷേത്രങ്ങളൊന്നും മുന്നോട്ട് പോകില്ല, അതുകൊണ്ട് വിശ്വാസികളുടെ ക്ഷേത്രങ്ങൾ സർക്കാർ തന്നെ നിയന്ത്രിച്ച് നടത്തും എന്ന് തന്നെയാണ് ഇന്ന് അടിവരയിട്ട് മുഖ്യമന്ത്രി പമ്പയിൽ ചെന്ന് അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞത്. നമ്മുടെ മന്ത്രിമാർ മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദേവസ്വം മന്ത്രിമാരൊക്കെ ആ ചടങ്ങിനുണ്ടായിരുന്നു. ഒപ്പം ഹിന്ദു സംഘടനകളുടെ എല്ലാവിധ പിന്തുണയും, NSS, KPMS, അതുപോലെ തന്നെ SNDP തുടങ്ങിയ സംഘടനകളുടെ എല്ലാ പിന്തുണയും ഇന്നത്തെ പമ്പ സംഗമത്തിൽ ഉണ്ടായിരുന്നു. എതിർത്തു നിന്നത് പ്രതിപക്ഷവും BJPയുമാണ്. അപ്പോൾ സർക്കാർ പറയുന്നത് ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് പ്രതിപക്ഷവും BJPയും ഒറ്റക്കെട്ടായി നിന്നതിനെ എതിർത്തത് എന്നാണ്. ഈ ഒരു വിഷയത്തിൽ അല്പം കൂടി രേവതിക്ക് വിശദീകരിക്കാൻ കാരണം അന്നത്തെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പുകിലുകൾ അതൊരുപാട് കേരള സമൂഹത്തെ, വിശ്വാസികളെ തന്നെ ഒരുപാട് അവരുടെ മനസ്സിനെ ഉലച്ചൊരു സംഭവമായിരുന്നു. ശബരിമലയിൽ കൃത്യമായി എല്ലാ വർഷവും അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലെങ്കിലും മാസപൂജയ്ക്കൊക്കെ പോയി തൊഴുതിരുന്ന കുറെ വിശ്വാസികളെങ്കിലും ഈ ഒരു സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ മനമെടുത്തൊരവസ്ഥയിലായിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണ്. അന്നത്തെ സംഭവവാസങ്ങൾ എങ്ങനെയാണ് രേവതിയെ കാണുന്നത്? അന്ന് നടന്ന പിണറായി സർക്കാരിന്റെ 1ാം കാലത്തിലെ ആ വിഷയങ്ങളും ഇപ്പോഴത്തെ സംഭവങ്ങളും? തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സാധാരണ ചെകുത്താന്മാർക്ക് പോലും മാലാഖമാരുടെ പരിവേഷം ഉണ്ടാവുകയാണ് നമ്മുടെ മൊത്തം രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത്. ഇപ്പോ ഇതും മതത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെയും പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. കാര്യം 2018 ഒക്ടോബർ മുതൽ 2019 ജനുവരി വരെയുള്ള കാലം പരിശോധിച്ചാൽ ശബരിമലയിലെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ശബരിമല ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒരു സമയമാണ് എന്ന് പറയാൻ കഴിയും. കാരണം ശബരിമലയിൽ അന്ന് വരെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കാലാകാലങ്ങളായി സംരക്ഷിച്ചു വന്ന ഹിന്ദു മതവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളുടെയും മാമൂലുകളുടെയും ഭാഗമായി അങ്ങനെ ഒരു കാര്യം അവിടെ നടത്തിയിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരു സുപ്രീം കോടതി 2018 സുപ്രീം കോടതി വിധി വരുന്നു, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന് പറഞ്ഞു. അതായത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, ആരാധനയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നൊക്കെയാണ് അന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഇതേ പിണറായി സർക്കാർ തന്നെയാണ് 2019 ജനുവരി 2-ാം തീയതി ബിന്ദു അമ്മിണി, കനകദുർഗ എന്ന് പറയുന്ന 2 സ്ത്രീകളെ വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടി ശബരിമലയിൽ സുപ്രീം കോടതി വിധി പ്രകാരം കയറ്റാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. അതിനെതിരെ പമ്പയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും കേരളത്തിലെ വിശ്വാസികളും അവിശ്വാസികളും എന്ന തലത്തിൽ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ പോലും 2 ചേരി തിരിഞ്ഞു നിന്ന് ആക്രോശിക്കുന്ന തരത്തിലേക്ക് ശബരിമല വഴിമാറുന്നതാണെന്ന് കണ്ടത്. കേരള സർക്കാർ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുകയും
കാലങ്ങളായി കേരളത്തിൽ ശബരിമലയെ നടന്നു വന്നിരുന്ന ഒരു വിശ്വാസത്തിനെ ഹനിക്കുകയും ചെയ്തു. അതേ സർക്കാർ അതേ സർക്കാരാണ് ഇപ്പോൾ ഇന്നിപ്പോ ശബരിമല ആഗോള സംഗമം നടക്കുമ്പോൾ അവിടെ വന്നു നിന്ന് സുപ്രീം കോടതി അത് തടഞ്ഞത് നന്നായി എന്നും ഈ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നും ഹിന്ദുമത വിശ്വാസങ്ങളെ സംരക്ഷിക്കണമെന്നും ഒക്കെ ഘോരം പ്രസംഗിച്ചത് എന്നോർക്കുമ്പോൾ കേരള സമൂഹം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ പുച്ഛിക്കുകയും ചിരിക്കുകയും ചെയ്യുക തന്നെയാണ്. ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ ഈ BJP അവരിപ്പോൾ അവരെടുത്തിരിക്കുന്ന സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. കാരണം അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, KP ശശീല ടീച്ചർ ഹിന്ദു ഐക്യവേദിയുടെ, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ, ഇത്തരത്തിലുള്ള BJPയുടെ വനിതാ പ്രവർത്തകരുടെ മുതിർന്ന വനിതാ നേതാക്കളടക്കം K. സുരേന്ദ്രനെ അടക്കം പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു. നിലയ്ക്കലൊക്കെ വെച്ച് പോലീസ് വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരവസ്ഥ അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. അത്ര ഫൈറ്റ് നിന്നൊരു സമയമായിരുന്നു ഈ സ്ത്രീ പ്രവേശനത്തിനെതിരെ BJP പ്രവർത്തകർ, ഹിന്ദു സംഘടനകളൊക്കെ. അവരെല്ലാം അന്ന് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നു. അത് ഇടത് സർക്കാരിന്റെ ആക്രമണങ്ങൾക്കെതിരെ ഹിന്ദു സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ ഒരുമിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് ഈ പറഞ്ഞ NSSഉം SNDPയും ഒക്കെ BJPയുടെ ഒക്കെ കൂടെയായിരുന്നു. ഈ BDJS, SNDPയുടെ കൂടെയുള്ള BDS എന്ന രാഷ്ട്രീയ കക്ഷി, തുഷാർ വെള്ളാപ്പള്ളി ചെയർമാനായ രാഷ്ട്രീയ കക്ഷി അന്ന് BJPയുടെ NDAയുടെ കൂടെയാണ്, BJPയുടെ കൂടെയാണ്. ഇവരൊക്കെ എതിർത്തൊരു സംഭവം. പക്ഷെ ഇന്ന് എന്താ കാണുന്നത്? BJP ചെയ്തത് അന്ന് കൃത്യമായ കാര്യം, ഇന്ന് അവർ ഇന്നും അത് തള്ളി പറയുന്നുണ്ടെങ്കിൽ ഈ അയ്യപ്പ സംഗമം കമ്മ്യൂണിസ്റ്റ് അയ്യപ്പന്മാരുടെ സംഗമമാണെന്ന് പറഞ്ഞ് അവർ തള്ളി പറയുകയാണെങ്കിൽ അതിന് കാരണമുണ്ടാകും. കാരണം ഇന്ന് പിണറായി വിജയൻ പമ്പയിലേക്ക് തന്റെ ഔദ്യോഗിക വാഹനത്തിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് വെള്ളാപ്പള്ളിയാണ്. പിണറായി വിജയനെയും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും SNDP യോഗം ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനെയും ഒരുമിച്ചാണ് ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തും ചേർന്ന് സ്വീകരിച്ചതെന്ന് വാർത്തകളിൽ തലക്കെട്ടായി ഇപ്പോൾ രാവിലെ മുതൽ വന്നുകൊണ്ടിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? പൊതുവെ ഇടതനുകൂലിയായ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ, ഇടത് സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിലേക്ക് പിന്തുണ പരസ്യമായി അറിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. മറ്റു കാര്യങ്ങളിൽ കേരളത്തിൽ ഇന്ന് നടന്നത് തീർച്ചയായും പച്ചയായ രാഷ്ട്രീയ നാടകം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പിണറായി വിജയൻ ഇന്ന് വന്ന് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും, വിശ്വാസങ്ങളെ ഒന്നും മുറുകെ പിടിക്കാത്ത, അല്ലെങ്കിൽ ഒരു മതവിശ്വാസങ്ങളെ മുറുകെ പിടിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേവലം ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പ്രത്യേക മതബോധം ഉണ്ടാകുന്നു, ജാതിയെ പറ്റിയുള്ള ബോധം ഉണ്ടാകുന്നു, ഇത്തരത്തിലുള്ള പല ചിന്തകളും പല സ്ഥലങ്ങളുടെയും പല ആരാധനയുടെയും ഭാഗമായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും. പല ക്ഷേത്രങ്ങളുടെയും പിന്നെ ചിത്രങ്ങളിലും വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ തന്നെ അവിടെ ചെന്ന് കൈപോലും കൂപ്പാൻ തയ്യാറാകാതെ നിൽക്കുന്നത്. അത്ര പോലും ഒരു മതത്തിനെയോ ദൈവത്തിനെയോ വിശ്വസിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ ചെന്ന് മതത്തിനെ പറ്റിയിട്ട്, ദൈവങ്ങളെ പറ്റിയിട്ട് ഘോരം പ്രസംഗിച്ചതെന്ന് ഓർക്കണം. പൊതുവെ നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയെ നോക്കിയാലും വ്യക്തമായി മനസ്സിലാകും, സ്ത്രീകളെ അവിടെ ഒരു ചർച്ചാ വിഷയം. അത് ഏത് തരത്തിലാണെങ്കിലും, അത് മതത്തിന്റെ പേരിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോപണങ്ങളുടെ പേരിലായിക്കോട്ടെ, സ്ത്രീകളെ ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ സ്ത്രീകളെ കേന്ദ്രബിന്ദുവാക്കും. അതിന്റെ പ്രധാന കാരണം വോട്ട് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. വോട്ട് ബാങ്കാക്കി സ്ത്രീകളെ മാറ്റുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ശബരിമലയിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുകൊണ്ട് പിണറായി സർക്കാർ അന്ന് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും കുറെ സ്ത്രീകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു എന്ന തരത്തില് ഒരു കാര്യം കൊണ്ടുവരികയും അതിന്റെ പേരിൽ സ്ത്രീകളുടെ വോട്ട് നേടിയെടുക്കുകയും ചെയ്യാം എന്ന് പിണറായി സർക്കാർ ധരിച്ചു. പക്ഷേ അന്ന് അവിടെ സംഭവിച്ചത് തീർത്തും സർക്കാരിന് എതിരായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു. കാരണം മുഴുവൻ ആൾക്കാരും പിണറായി സർക്കാരിന് എതിരെ തന്നെയാണ് തിരിഞ്ഞത്. കാരണം എങ്ങനെയാണ് ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാവും, മാമൂലുകൾ ഉണ്ടാവും, ആചാരങ്ങൾ ഉണ്ടാവും. അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അതിനെ ആർക്കും ഒരു മതവിഭാഗത്തിനും വ്രണപ്പെടുത്താത്ത രീതിയിൽ സംരക്ഷിക്കാൻ കൂടി ഒരു സർക്കാരിന് കഴിയണം. അയ്യപ്പ ഭക്തരുടെ കാര്യത്തിൽ 2018-ലും 2019-ലും അക്കാര്യത്തിൽ പൂർണ്ണ പരാജയം സംഭവിച്ച പിണറായി സർക്കാർ ഇപ്പോൾ വീണ്ടും ശബരിമലയെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ആക്കി മാറ്റുക തന്നെയാണ് എന്നത് പച്ചയായ സത്യം തന്നെയാണ്. ഇവരിപ്പോൾ ഈ ഇടത് സർക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇപ്പം ഈ ശബരിമല അത് എല്ലാവരുടെയുമാണ്, ഹിന്ദുക്കളുടെ മാത്രമല്ല എന്നൊക്കെ പറയുന്നു. അത് അംഗീകരിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്. അവിടെ എല്ലാവർക്കും ഏത് ആരാധനാലയത്തിലും ചെന്ന് പ്രാർത്ഥിക്കാനും തങ്ങളുടെ
തങ്ങളുടെ നിലപാടുകൾ അറിയിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുമുണ്ട്. കേരളത്തിലെ അന്നത്തെ ജാതി മത ആരാധന ആ വിശ്വാസഭ്രാന്തൊക്കെ ഏതാണ്ടൊക്കെ മാറിയ ഒരു അവസ്ഥയിലാണ്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യപ്പെടുന്നത് അവരാണ് കേരളത്തെ ഇങ്ങനെ മാറ്റിമറിച്ചതെന്നും വിവേകാനന്ദന് ശേഷം അവരാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവന്നൊക്കെയാണ്. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ അന്ന് ഈ വലിയ വാശിയും വീറുമൊക്കെ ഇടത് സർക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ കഴക്കൂട്ട MLA അടക്കം വാശിയും വീറോടെ അന്ന് ശബരിമലയ്ക്കെതിരെ അങ്ങനെയാണ് അത് പുറത്ത് അങ്ങനെ പ്രതീതിയാണ് ഉണ്ടായത് ശബരിമലയ്ക്കെതിരെ. അങ്ങനെ ചെയ്യുമ്പോൾ ഓർക്കണം, ലോക്കൽ കമ്മിറ്റി അടിസ്ഥാനത്തിൽ, ബ്രാഞ്ച് കമ്മിറ്റി അടിസ്ഥാനത്തിൽ CPM നാട്ടിലെ പല ക്ഷേത്രങ്ങളിലെയും ഭരണത്തിൽ തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിയിരുന്നു. പല ക്ഷേത്രങ്ങളിലും കോൺഗ്രസിന് ഇത്ര സീറ്റ്, CPM ഇത്ര സീറ്റ്, BJPക്ക് ഇത്ര സീറ്റ് എന്ന നിലയിലായി ക്ഷേത്ര ഉപദേശക സമിതികൾ. അങ്ങനെയാണ് ദേവസ്വം ക്ഷേത്രങ്ങളിലല്ല, ദേവസ്വം ക്ഷേത്രങ്ങളിലും അതിന്റെ ഉപദേശക സമിതികളിലും ദേവസ്വം ഇതര വലിയ അല്ലെങ്കിൽ ഇടത്തരം ക്ഷേത്രങ്ങൾ, വരുമാനം വരുന്ന ക്ഷേത്രങ്ങളിലുമൊക്കെ അവിടുത്തെ നാട്ടുകാരെ കയ്യിലെടുക്കുന്നതിനെ ആ ക്ഷേത്രത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനും ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുമൊക്കെ CPM മുന്നിട്ടിറങ്ങുന്ന ഒരു അവസ്ഥ അത് ഈ ശബരിമല വിഷയത്തിൽ ഉണ്ടായതല്ല, അതിനു മുമ്പേ ഉണ്ട്. ഇടയ്ക്ക് വലിയൊരു വിഷയമായി ശബരിമല വന്നപ്പോൾ ഇവർ മൊത്തത്തിൽ മാസായി പാർട്ടി അതിനെ എതിർത്തുവെന്ന് മാത്രം. പക്ഷേ ഇപ്പോഴും പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇതവർ മറ്റ് ക്രൈസ്തവ ക്ഷേത്രങ്ങളിലും മറ്റ് ദേവാലയങ്ങളും ചെയ്യുന്നില്ല. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും പലയിടത്തും ഭാരവാഹികൾ അതത് പ്രദേശത്തെ CPM നേതാക്കളും ഒക്കെ തന്നെയാണ്. അവിടെ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞത് എന്താണ്? 140 കോടി രൂപ കോവിഡ് സമയത്ത് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ശമ്പളം കൊടുക്കാനായി കൊടുത്തു. 123 കോടി രൂപ അന്ന് മരാമത്ത് പണികൾക്ക് ക്ഷേത്രങ്ങൾക്ക് കോവിഡ് സമയത്ത് കൊടുത്തു. 2016 മുതൽ 25 വരെ ഈ പിണറായിയുടെ രണ്ടാം ടൈം സർക്കാരുകൾ സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് നൽകിയത് 650 കോടി രൂപയാണ്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പോലും 3.5 കോടി രൂപ കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പമ്പയിൽ പറഞ്ഞത്. അപ്പോൾ തങ്ങളെല്ലാം അങ്ങോട്ട് കൊടുക്കുന്നു, സർക്കാർ ഒന്നും ഇവരിൽ നിന്ന് വാങ്ങുന്നില്ല, ഒരു കാശ് പോലും ഇവരിൽ നിന്ന് എടുക്കുന്നില്ല, എല്ലാം ദേവസ്വങ്ങൾക്ക് കൊടുക്കുകയാണ്, അങ്ങോട്ട് കൊടുക്കുന്നു, എന്നിട്ടും പഴി സർക്കാർ കൈയിട്ട് വരുന്നു എന്നുള്ളത് അത് ശരിയല്ല എന്ന് പിണറായി വിജയൻ പറയുന്നത്. പക്ഷേ ഈ ഫണ്ടെല്ലാം പോകുന്നത് ഒരു കോമൺ ഫണ്ടിലേക്കല്ലേ? മാസ്റ്റർ പ്ലാൻ പ്രകാരം 148 കോടി രൂപയുടെ പണികൾ ഇതുവരെ 2011 മുതൽ നാളിതുവരെ നടപ്പാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എങ്കിലും ശബരിമലയിൽ ഇപ്പോഴും അതൊരു മലമ്പ്രദേശമായതുകൊണ്ടും അല്ലെങ്കിൽ കാനന പ്രദേശമായതുകൊണ്ടുമൊക്കെ അവിടെ ഹൈടെക് സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ വികസനം ഇപ്പോഴും നിലയ്ക്കലിന് അപ്പുറത്തേക്ക് വരെ പോലും വന്നെത്തിയിട്ടില്ല. അതുകൂടി ഓർക്കണം. ആപ്പാടെ നിലയ്ക്കൽ ചെയ്തത് KSRTC ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡ് ഉണ്ടാക്കി, ബസ്സുകളിൽ കാറുകളുടെയും മറ്റ് വാഹനങ്ങളുടെയും യാത്ര നിലയ്ക്കൽ മുതൽ പമ്പ വരെ നിരോധിച്ചിട്ട് KSRTC ബസ്സുകളിലെ ഷട്ടിൽ ഏർപ്പെടുത്തി. അതിൽ ലാഭമുണ്ടായ സർക്കാരിന് തന്നെയാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി KSRTCക്ക് സ്പെഷ്യൽ ചാർജാണ്. 11 കിലോമീറ്റർ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് സ്പെഷ്യൽ ചാർജാണ്. തിരികെ വരുന്നതിനും അയ്യപ്പഭക്തർ സ്പെഷ്യൽ ചാർജ് കൊടുത്തു വേണം വരാൻ. അങ്ങനെ സർക്കാർ പൂർണ്ണ തോതിലുള്ള വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് തരത്തിലായാലും സർക്കാർ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ സർക്കാരിന് ഇത് വരുമാനം കൊയ്യാനുള്ള ഒരു മാർഗമാണ്, ഉപാധിയാണ് ശബരിമല അടക്കം. പിന്നെ BJPക്കാർ പറയുന്നതിൽ കാര്യമുണ്ട്. BJPക്കാർ പറയുന്നത് എന്താണ്? തങ്ങൾ അന്നും ശബരിമലയിൽ സർക്കാർ കൈയിട്ട് വാരുന്നതിനെ തങ്ങൾ എതിർത്തിരുന്നു. കൈയിട്ട് വാരുന്നത് മീൻസ് ശബരിമലയിൽ സർക്കാരിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് ശരിയല്ല. ദേവസ്വം മന്ത്രി എല്ലാ ക്ഷേത്രങ്ങളും ഒരുപോലെ കാണണം. അല്ലാതെ ശബരിമലയിൽ മാത്രം പ്രത്യേക പാക്കേജ്, ശബരിമലയിൽ മാത്രം പ്രത്യേക നിയമങ്ങൾ, അത് തീരുമാനിക്കുന്നത് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ്, അതൊന്നുമല്ല എന്നാണ് അന്നും ഇന്നും BJPക്കാർ പറയുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒപ്പം ചേർന്നിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ എത്രയോ കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം നിന്നിട്ട് ഇടയ്ക്ക് പിണറായി വിജയൻ പിണങ്ങും, ഇടയ്ക്ക് ഒരുമിക്കും. പിണങ്ങുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിണറായിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറയും. ഇപ്പോഴിതാ പമ്പയിൽ NSS നേതൃത്വത്തെയും ഞെട്ടിച്ചുകൊണ്ട് SNDP യോഗം നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഔദ്യോഗിക കാറിൽ ചെന്നിറങ്ങിയിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ മെസ്സേജാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ആ പ്ലാൻ ഏതാണ്ടൊക്കെ വിജയിച്ചിരിക്കുന്നു. ഹൈന്ദവ സംഘടനകളിൽ ഭൂരിപക്ഷത്തെയും CPM-നൊപ്പം നിർത്തുക എന്നൊരു പ്ലാനിലേക്ക് മുഖ്യമന്ത്രി ചെന്നെത്തിയിരുന്നു. അത് വിജയിച്ചിരിക്കുന്നു. ബാക്കി ശബരിമല കേരളത്തിലെ മിക്ക ജനങ്ങളുടെയും ഒരു വികാരമാണ് എന്ന് ശരിക്കും പിണറായി സർക്കാർ വളരെ വ്യക്തമായി മനസ്സിലാക്കി എന്ന് വേണം ഈ ആഗോള സംഗമം കൊണ്ട് തിരിച്ചറിയാൻ. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അന്നുണ്ടായ വോട്ട് നഷ്ടത്തിൽ നിന്നും പിണറായി സർക്കാർ വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ അല്ലെങ്കിൽ മതവിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെ കൂടി മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന്റെ തുടർഭരണം ഇനി ഉറപ്പാക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ആയുധമാക്കി ഈ വിശ്വാസങ്ങളെ മാറ്റുന്നു എന്നുള്ളതാണ്.
ഒരു ആരാധനാലയങ്ങളും സ്കൂളുകൾ മുതലായുള്ള ചില പൊതു ഇടങ്ങളും ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തീരെഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റേണ്ട കാര്യമില്ല. അത് പൊതുജനങ്ങളുടെ ആരാധനാലയങ്ങളായിക്കോട്ടെ, അത് വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസികൾ സമാധാനത്തിനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കോ വേണ്ടി വരുന്ന സ്ഥലങ്ങൾ. അതിന് ഒരു രാഷ്ട്രീയ പാർട്ടി, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിക്കോട്ടെ, കോൺഗ്രസ് പ്രസ്ഥാനമായിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ വോട്ട് ബാങ്കുകളാക്കിയിട്ടും ആരാധനാലയങ്ങളെ മാറ്റേണ്ട യാതൊരു കാര്യമില്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളിലും കണ്ടുവരുന്ന ഇത് തന്നെയാണ്. ആരാധനാലയങ്ങളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏത് ആരാധനാലയം, ഏത് വിശ്വാസികളുടെ ആരാധനാലയമാണോ അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികളാണോ കൈയടക്കിയിരിക്കുന്നത് അതിലേക്ക് ഒരു വിഭാഗം ആൾക്കാരെ ചേർക്കുകയും വോട്ട് പിടിക്കുകയും ചെയ്യുന്ന രീതികളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഈ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക. അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കാത്ത തരത്തിൽ അവരുടെ മറ്റ് ഒരു ക്ഷേത്രത്തിൽ പോലെ ഒരു ആരാധനാലയത്തിൽ പോവുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മറ്റെല്ലാ ചിന്തകളെയും മാറ്റിവെച്ച് സമാധാനമായിരിക്കുന്ന കുറച്ചു സമയം അല്ലെങ്കിൽ ദൈവത്തിനോട് അടുത്ത കുറച്ചു സമയം എന്നുള്ളതാണ്. ആ സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു ചിന്തകളും മറ്റൊരു ചിന്തകളുടെയും ആവശ്യമില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആരാധനാലയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെയാണ് വേണ്ടത്. ഈ ദേവസ്വം ബോർഡിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന വലിയ കൊള്ളകൾ, ആൾക്കാരെ ജോലിയിലേക്ക് തിരികെ കയറ്റൽ മുതലായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും കാശുള്ളവന് മാത്രം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും എല്ലാവർക്കും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുണ്ടോ എന്നൊരു കാര്യം പോലും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിന്റെ പോക്ക്. കാശുണ്ടോ, അധികാരമുണ്ടോ, ഏതൊരാൾക്കും ക്ഷേത്രത്തിനകത്ത് ഈ പറയുന്ന വലിയ വലിയ ക്ഷേത്രത്തിനകത്തേക്ക് കയറാം, പ്രവേശിക്കാം. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാം, തിരികെ പോരാം. കാശില്ലാത്തവൻ മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം. അതല്ല എങ്കിൽ അവിടെയുള്ള ജീവനക്കാർ പറയുന്ന ആട്ടും തുപ്പും കേട്ട് പിൻവാതിലൂടെ പുറത്തു പോകണം. ഇതൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് മുന്നിൽ, ആരാധനാലയങ്ങൾക്ക് മുന്നിൽ സകല മനുഷ്യനും, രാഷ്ട്രീയക്കാരനെന്നാവട്ടെ, വലിയവനെന്നാവട്ടെ, ചെറിയവനെന്നാവട്ടെ, ആൺ പെണ്ണ് ഒരു ഭേദവും ഇല്ലാതെ എല്ലാവരും തുല്യരാവേണ്ട കാലം വരണം. ഇപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത് തിരുവനന്തപുരത്ത് കോവളത്ത് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുടെ ഒരു സംഗമം നടന്നു. 7,800 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാൻ സാധിച്ചു എന്നാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തി ഈ കോൺക്ലേവ് അവകാശപ്പെടുന്നത്. അതിന് പിന്നാലെ അടുത്തയാഴ്ച കൊച്ചിയിൽ പ്രവാസികൾ 50 കേരളത്തിലെ ലോകത്തെ തന്നെ കേരളത്തിൽ നിന്ന് പോയ പ്രവാസികളടക്കമുള്ള 50 ബിസിനസ് പ്രൊഫഷണലുകളെ ഒക്കെ വിളിച്ചു ചേർത്തിട്ട് ഒരു പ്രവാസി സംഗമം നോർക്ക നടത്തുന്നു. അത് കേരളത്തിന്റെ മറ്റ് പ്രവാസികളുടെ അനുഭവം, അവർ എങ്ങനെ ഈ ഉയർന്ന നിലയിലേക്ക് എത്തി എന്നത് കേരളത്തിലെ സംരംഭങ്ങളെയൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പൊ അതിലുണ്ട് മനസ്സിലാക്കാം. അയ്യപ്പ സംഗമം എന്ന ഒരു സംഗമം ഇവിടെ നടത്തിയിട്ട് എന്ത് നേടി, എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം എന്നാണ് അറിയേണ്ടത്. ഇനി ഇതേപോലെ അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിലെന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാനാണോ? കാരണം മാസ്റ്റർ പ്ലാൻ ഓൾറെഡി നിൽപ്പുണ്ട്. പദ്ധതി കൊണ്ടുവരാനാണോ? അല്ലെങ്കിൽ അയ്യപ്പന്മാർ നവംബറിൽ സീസൺ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഭക്തന്മാരുടെ വരുന്ന വ്രതം അനുഷ്ഠിച്ച് വരുന്നവരുടെ അവരുടെ ക്ഷേമത്തിനാണോ? അവർക്ക് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണോ? എന്തിനാണ് ഈ സംഗമം എന്ന് യാതൊരു വ്യക്തതയും സർക്കാർ വരുത്തിയിട്ടില്ല. ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തി അത് ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇതേപോലെ മലങ്കര സംഗമമോ അതോ ഓർത്തഡോക്സ് സംഗമമോ മർത്തമ സംഗമമോ ഒക്കെ നടത്താൻ സംസ്ഥാന സർക്കാരിന് ധൈര്യമുണ്ടോ എന്നാണ് BJP-ക്കാർ ചോദിക്കുന്നത്. കാരണം ഇതൊന്നും സർക്കാരിന്റെ കയ്യിലല്ല, ദേവസ്വം ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ കയ്യിൽ വകുപ്പായിട്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തെ ഇത്തരമൊരു നാടകത്തിന് ഭക്തജനങ്ങളോ ജനമോ നിന്നു കൊടുക്കരുതെന്ന് BJP-ക്കാർ ആവശ്യപ്പെടുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, കേരളം ഇനി തുടർ ഭരണത്തിലൂടെ പിണറായി സർക്കാർ അധികാരത്തിൽ വരികയോ BJP-യോ കോൺഗ്രസോ ആരോ ഭരിച്ചോട്ടെ, കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും കേരളത്തിലെ ജനങ്ങൾക്ക്, വിശ്വാസി സമൂഹത്തിന് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ വിറ്റുതുലച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ വ്രണപ്പെടുത്തിയിട്ടോ അല്ല നിങ്ങൾ വോട്ട് പിടിക്കേണ്ടതും നിങ്ങൾ അധികാര കസേര ഉറപ്പിക്കേണ്ടതും. രാഷ്ട്രീയം ജനങ്ങളുടെ മുന്നിൽ നന്മ ചെയ്ത് ജനങ്ങളുടെ അല്ലെങ്കിൽ അവനവൻ ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ വികസനം ഉറപ്പാക്കിയിട്ട് അന്തസ്സായിട്ട് നട്ടല് നിവർത്തി നിന്ന് വോട്ട് ചോദിക്കൂ, അധികാരത്തിൽ വരണം. എന്നല്ലാതെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ വിശ്വാസങ്ങളെ വിറ്റുതുലച്ച് വോട്ട് തേടാൻ ഇറങ്ങല്ലേ സർക്കാരെ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ
സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച